ഹലോ എവ്രി വൺ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ സം ഓഫ് ഓൾ ടേംസ് ഓഫ് എൻ എ പി ഹൂസ് ഫസ്റ്റ് ടേം ഇസ് എ, സെക്കൻഡ് ടേം ഇസ് ബി ആൻഡ് ദ ലാസ്റ്റ് ടേം ഇസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് സി മൈനസ് 2a ഡിവൈഡ് ബൈ 2 ടൈംസ് ബി മൈനസ് എ. അപ്പോൾ ഇത് എ പിയിലെല്ലാം നമുക്ക് എല്ലാ കോൺസെപ്റ്റും അറിയുന്ന ഒരു കുട്ടി, അതായത് കോമൺ ഡിഫറൻസ് എന്താണ്, ഫസ്റ്റ് ടേം എന്താണ്, സം ഓഫ് എൻ ടേംസിൻ്റെ ഫോർമുല എന്താണ് എന്നൊക്കെ അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാണ്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് ടേമാണ്. അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക അല്ലേ. എന്താണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? ബി മൈനസ് എ ആണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് വരിക. ഓക്കെ, ഇനി നമുക്കിതിൽ nth ടേം അല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? സി ആണ്. അപ്പോൾ ഒരു nth ടേമിൻ്റെ ഫോർമുല നമുക്കറിയാം. എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് ലാസ്റ്റ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ നമ്മുടെ nth ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ സി എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് എ ഫസ്റ്റ് ടേം ആണ്, n മൈനസ് 1, ഡി എന്ന് പറയുന്നത് എന്താണ്? ബി മൈനസ് എ ആണ് അല്ലേ. സോ ഡിക്ക് പകരം ഞാൻ ബി മൈനസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഞാൻ വാട്ട് ഈസ് എൻ എന്താണെന്ന് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ഈസ്, ഇപ്പം ഞാൻ ഇതിന് നേരെ അപ്പുറത്തെ പേജിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സി മൈനസ് എ, C minus A is equal to n minus 1 into B minus A. ഓക്കെ അല്ലേ? ഒന്നുമില്ല, ഈ എനെ പുറത്തോട്ട് കൊണ്ടുവന്നു. ഇനി ഞാൻ എന്താ അടുത്തത് ചെയ്യാൻ പോകുന്നത്? ഈ ബി മൈനസ് എനെ ഇപ്പോഴത്തെ സൈഡിലോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ എന്താ സംഭവിക്കുക? സി മൈനസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. That is equal to n minus 1. Now what is n? C minus a divided by b minus a plus 1 is equal to n. Okay അല്ലേ? So c minus a plus ഈ ഒരു b minus a നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ് അല്ലേ, LCM ആയിട്ട് എടുക്കുമ്പോൾ. So it becomes b minus a divided by b minus a is equal to n. അതായത് സി പ്ലസ് ബി മൈനസ് 2a ബൈ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു എൻ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ബി പ്ലസ് സി മൈനസ് 2a ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഈക്വൽ ടു എൻ എന്ന് നമുക്ക് എഴുതാം. സോ നമുക്കിവിടെ എൻ എന്താണെന്ന് കിട്ടി കേട്ടോ. എൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സമ്മ് കണ്ടുപിടിക്കാൻ പോകുന്നു. വാട്ട് ഈസ് സം? സം എന്ന് പറയുന്നത് എന്താണ്? n ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇപ്പോൾ ലാസ്റ്റ് ടേം ഇവിടെ സി ആണ് അല്ലേ. ഇനി n എന്താണ്? n നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് n എന്ന് പറയുന്നത് ബി പ്ലസ് സി മൈനസ് 2a ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ആണ്. അപ്പോൾ ഇവിടെ 2 ഓൾറെഡി ഉള്ളതുകൊണ്ട് 2 അതുപോലെ എഴുതുകയാണ്, ഇൻറ്റു എ പ്ലസ് സി. എ പ്ലസ് സി ഇത് ഇവിടുന്ന് എടുത്ത് എഴുതിയതാണ് കേട്ടോ. ഓക്കെ, ഈ 2 ഇവിടുന്ന് വന്നതാണ്. അപ്പോൾ എന്നിനെയാണ് ഞാനിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വാട്ട് ഈസ് എൻ? ഈ എന്നിനെ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ അല്ലേ? സോ നമുക്ക് എസ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടി? ബി പ്ലസ് സി മൈനസ് 2a ഇൻറ്റു എ പ്ലസ് സി ഡിവൈഡഡ് ബൈ, ഒന്ന് ഓർഡർ ശരിയാക്കി എഴുതാം, എസ് ഈക്വൽ ടു എ പ്ലസ് സി. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അപ്പുറത്ത് ഇപ്പുറത്ത് എഴുതിയാലും ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതിയാലൊന്നും കുഴപ്പമില്ല. സോ ബി പ്ലസ് സി മൈനസ് 2a ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബി മൈനസ് എ. ഓക്കെ, സോ ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? യെസ്, a sum is equal to a plus c into b plus c minus 2a divided by 2 times b minus a. Yes, hope the question is clear. Thank you.